ഞാനിപ്പോൾ നിൽക്കുന്നത് അംഗപരിമിതരുടെ കൃഷിസ്ഥലത്തിലാണ്. എല്ലാവർക്കും എൻ്റെ കൃഷിസ്ഥലമായിരുന്നു. അപ്പം ഇവർ ഒരു 6 മാസം മുമ്പാണ് ഇങ്ങനത്തെ ഒരു കൃഷിസ്ഥലത്തെക്കുറിച്ച് ഞാനോട്ട് ചർച്ച ചെയ്തത്. അപ്പോൾ ഞാനിവരുടെയൊക്കെ ഒരു പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതനുസരിച്ചുള്ളൊരു കൃഷിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വിജയസാധ്യതയുള്ള ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള ഹൈടെക്കുള്ള കൃഷി. ഇപ്പോൾ ഈ സ്ഥലത്ത് മുഴുവനും ഒന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് നനയും. ഇപ്പോൾ ഞാനായപ്പോലും ഇത്ര സ്ഥലങ്ങൾ മാനേജ് ചെയ്യുന്നത് എല്ലാവരുടെയും ഇപ്പോൾ 13 സ്ഥിര സ്റ്റാഫുകളുണ്ട്. ആ സംവിധാനത്തിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇവിടെയും ഇപ്പോൾ ആര് ചെയ്യുമ്പോഴായാലും ആരെങ്കിലുമൊക്കെ ലേബർ വെച്ച് ചെയ്യത്തുള്ളൂ. ഇവർക്കൊക്കെ പരിമിതികളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തന്നെ തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ സ്റ്റാഫിനെ കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാ ബെഡെല്ലാം ഇണക്കി റെഡിയാക്കി കൊടുത്തിട്ട് അവർക്ക് ചെയ്യാവുന്ന പരിമിതികൾക്കുള്ളിൽ ചെയ്യാവുന്ന പണികൾ അവരെ കൊണ്ട് ചെയ്തുകൊണ്ട് കൃഷി ഇപ്പോൾ വിളവെടുപ്പും കൃത്യമായിട്ട് അവർ ചെയ്യും. അതോടൊപ്പം തന്നെ ഇവരുടെയൊക്കെ ഇവർ ഒരു ടീമുണ്ട് എങ്കിൽ പോലും അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരുടെ വീട്ടുകാരുടെ സഹായത്തോടുകൂടി അകത്തിരുന്നവരെ തന്നെ അതായത് വീട്ടിൽ നിന്ന് ഒട്ടും പുറത്ത് ഇറങ്ങാത്തവരെ തന്നെ ഈ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് മാനസികമായിട്ട് ഒരു ഉല്ലാസത്തോടൊപ്പം തന്നെ വരുമാനവും നേടിക്കൊടുത്ത ഒരു അടിപൊളി തോട്ടാണ് കേട്ടോ. ഞാൻ സിജിമോൾ. ഞാൻ ഈ കരുതൽ കൃഷിക്കൂട്ടത്തിൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 4-ാം വാർഡിലാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ 13 പേരാണ് അംഗങ്ങളായിട്ടുള്ളത്. ഈ കൃഷിയിലോട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് 5 പേരാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 53,000 രൂപ ഞങ്ങൾക്ക് ഈ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ 53,000 രൂപ കൊണ്ടാണ് നമ്മളിപ്പോൾ വീണ്ടും ഈ 2ാം കൃഷിയിലോട്ട് തിരിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ വർഷം നമ്മൾ ചെയ്തിരിക്കുന്നത് ചീര, കുക്കുംബർ, വെണ്ട, പയർ, ചെണ്ടുമല്ലി, ബന്ദി, അത് പച്ചമുളക് എന്നിവയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഈ കൃഷിയിലോട്ട് വരാൻ കാരണമെന്ന് വെച്ചാൽ സായി അഗ്രിവർഷിൻ്റെ ഭാഗമായിട്ട് സായി പ്രേമതരു എന്നുള്ള ഫലവൃക്ഷ തൈകളുടെ പിന്നെ സ്റ്റാർട്ടിങ്ങുമായിട്ടാണ് നമ്മൾ ഇതിലോട്ട് വന്നത്. അപ്പോൾ വെറൈറ്റി ഫാർമർ സുജിത്തുമായിട്ട് നമ്മൾ സംസാരിച്ച് സുജിത്താണ് നമുക്ക് ഈ ഒരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തതും നമ്മളിപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ കൃഷിക്ക് വേണ്ടിയിട്ട് കൈയും കാലുമായിട്ട് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. നമ്മളിത് ഈ സ്ഥലം ആദ്യം നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ധാരണയൊക്കെ ആയെങ്കിലും പക്ഷെ നമ്മൾ സ്ഥലം കണ്ടെത്താൻ ഒരുപാട് പാടുപെട്ട് അങ്ങനെ 4-ാം വാർഡ് നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പറാണ് ബൈരഞ്ജിത്തുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ പലരുമായിട്ട് സംസാരിച്ച്. അപ്പോൾ നവറോജി എന്ന് പറയുന്ന ഒരു സാറുണ്ട്. സാറ് പറഞ്ഞു ഒരു പണി ഭിന്നശേഷിക്കാരായല്ലേ കൃഷി നടത്തുന്നത്, പൈസ ഒന്നും ഞങ്ങൾക്ക് തരണ്ട, നീ ആ 1 ഏക്കർ 1.5 ഏക്കർ പറമ്പ് കൃഷി അവർ തന്നെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ നല്ല മനസ്സുള്ള ആ പുള്ളിക്ക് ആദ്യം തന്നെ ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം ഇവരെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സാറ്. പിന്നെ മോട്ടർ വരെയാണെങ്കിലും അതുപോലെ മോട്ടർ നമുക്ക് ഇവരുടെ ഭിന്നശേഷിക്കാരായതുകൊണ്ട് മോട്ടർ വരെ ഫ്രീ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് കൃഷി ഇവരെന്ന് നിർത്തുന്നോ അന്ന് തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളി ചോദിച്ചിട്ടുമില്ല. അതിൽ കൃഷി എന്തായാലും നല്ല ഭംഗിയായിട്ട് നടക്കുന്നതിന് ഓണത്തിന് എന്തായാലും നല്ലപോലെ ഒരു വീട്ടിൽ ഞങ്ങൾ പച്ചക്കറി ഇറക്കും, സ്വന്തമായിട്ട് തന്നെ ഇവർ വിൽക്കുന്നതൊക്കെ. പുറത്ത് ഒരു കച്ചവടക്കാർക്ക് നമ്മൾ കൊടുക്കാറില്ല. വിഷമെന്ന് പറഞ്ഞ സാധനമില്ല, പച്ചക്ക് വരെ നമുക്ക് ഇതില്ല. ഈ പയർ വരെ കഴുകിയ പോലും വേണ്ട, അത്രയ്ക്ക് ഫ്രഷായിട്ടുള്ള സാധനമാണ് നമ്മൾ വീട്ടിൽ കൊടുക്കുന്നത്. ഇനി ഓണത്തിന് പൂവുണ്ട്, പൂവും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ഏത് തരം പൂ വേണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊടുക്കുന്നതായിരിക്കും. നമ്മൾ 1 ലക്ഷം രൂപ JLG വഴി ലോൺ എടുക്കാനാണ് നമ്മൾ ഇത് ചെയ്യേണ്ടി വന്നത്. പക്ഷേ നമുക്ക് ആ ലോൺ എങ്ങനെ നമ്മൾ ഭിന്നശേഷിക്കാരായതുകൊണ്ട് അവരൊരു അമാന്തം കാണിച്ചപ്പോൾ നമുക്ക് 60,000 രൂപ ഈ സായി ഡിവോട്ടീസാണ് ആലപ്പുഴ ജില്ലാ സംഘടനയാണ് നമുക്ക് തന്ന് സഹായിച്ചത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ലോൺ കിട്ടിയത് ഞങ്ങൾ ഇതിൻ്റെ വരുമാനത്തിലൂടെ തന്നെ ഈ 60,000 രൂപ സായി ഡിവോട്ടികൾക്ക് നമ്മൾ തിരിച്ചു കൊടുത്തു. 1 ലക്ഷം രൂപ നമ്മൾ ലോൺ അടഞ്ഞു തീർന്നു. പിന്നെ 23,000 രൂപ നമ്മൾ വളങ്ങൾക്ക് കൊടുത്ത് വിത്തുകൾക്ക് 26,000 രൂപയായി, അതും നമ്മൾ ഇതിനകത്തുനിന്ന് കൊടുത്തു. അതിനുശേഷമാണ് 18,000 രൂപ നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു 8,800 കിട്ടി. പിന്നെ 10,000 രൂപ കൃഷിഭവൻ്റെ കിട്ടി. അങ്ങനെ 18,000 രൂപ നമുക്ക് സബ്സിഡി കിട്ടി. ബാക്കി നമ്മുടെ കയ്യിലുണ്ടാകുന്ന 35,000 രൂപയും കൂടെ ചേർത്ത് 53,000 രൂപയാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ 2ാം കൃഷിയിലോട്ട് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഹസ്ബൻഡ് മോനും ഒക്കെ കൂടി തന്നെയാണ് വിളവെടുത്തത്. പക്ഷേ ഇപ്പോൾ അവരുടെ വർക്കിനെ ബാധിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരൻ പരിചരണങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കൂടെ തന്നെയുള്ള 2 പേരുടെ അമ്മമാരാണ്, ബൈസ്റ്റാൻഡർമാരാണ്
ഇപ്പം അവർക്ക് നമ്മൾ ഒരു ദിവസം കൂലി 350 രൂപ വെച്ച് കൂലി കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് നമ്മൾ പറപ്പിച്ചിട്ട് എൻ്റെ വീടിൻ്റെ വാതിക്കലുള്ള ഒരു ബാങ്ക് ഉണ്ട് 1817 ചെറുവാരണ സർവീസ് സഹകരണ ബാങ്ക്. അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ വിപണനം ചെയ്യുന്നത്. വൈകിട്ട് 3 മണിക്ക് ശേഷം നമ്മൾ വിപണനം ചെയ്യും. ഇപ്പം ആശയെ സംബന്ധിച്ച് ആശ ഒട്ടും പുറത്തിറങ്ങാതിരുന്ന ഒരാളാണ്. ആശ വീൽ ചെയറിലാണ്, വീടിനകത്ത് കഴിഞ്ഞിരുന്ന ഒരാളാണ്. അപ്പോൾ ആശയെ ഇപ്പം എന്നെ ഒരു പ്രോഗ്രാമിലൂടെ ആശ എന്നെ വിളിച്ച് ആശ ഞങ്ങൾ പോയി കണ്ട് ആശ നമ്മുടെ കൂട്ടത്തിൽ ചേർത്ത്. കൃഷിക്കൂട്ടത്തിൽ ആശയെ കൊണ്ടൊന്നും ആവത്തില്ലെങ്കിലും ആശയെ കൂടെ നമ്മൾ ചേർത്ത്. കാരണം പുള്ളിക്കാരിക്ക് വരാനും ഒക്കെ ഭയങ്കര താല്പര്യമാണ്. പക്ഷേ അവിടുന്ന് നമ്മുടെ വിപണി സ്ഥലത്തോട്ട് വരാനായിട്ട് പുള്ളിക്കാരിക്ക് ഒരു വണ്ടിയില്ല. ഓട്ടോ കാശ് 140 രൂപ കൊടുക്കണം. അതുപോലെ പിന്നെ ഒക്കുന്ന പോലെയൊക്കെ പുള്ളിക്കാരി വരും. വന്ന് നമ്മുടെ കൂടെ ഇരിക്കാനും ഒക്കെ നമ്മളൊരു കോൾ കൊടുത്താൽ മതി, പുള്ളിക്കാരി ആ സ്പോട്ടിൽ വരും അവിടെ. അപ്പോൾ അത്രയും സന്തോഷമാണ്. ഈ അമ്മയുടെ മോനൊക്കെ ബെഡ് പേഷ്യൻ്റാണ്. അമ്മയാണ് ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും വരുന്നത്. ചേട്ടൻ്റെ അതുപോലെ കാല് കട്ടായ ഒരാളാണ്, ട്രെയിൻ അപകടത്തിൽ കാല് കട്ടാവും. ചേട്ടനും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഇവർക്കൊക്കെ എന്ത് സഹായം എവിടെ നിന്ന് കിട്ടും അവിടെ നിന്നെല്ലാം ഞാൻ വാങ്ങിച്ച് ഇവർക്കെല്ലാം കൊടുക്കും.